ഒരു തീം ബേസ് ആയിട്ട് മഹാത്മാഗാന്ധിജിയുടെ 7 വയസ്സ് മുതൽ ഗാന്ധിജിയുടെ അവസാന കാലഘട്ടം വരെയുള്ള മിക്ക ചിത്രങ്ങളും എൻ്റെ ശേഖരണത്തിലുണ്ട്. യാദൃശികമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് തന്നെ അതിൻ്റെ സത്യം. ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കാൻ പ്രയാസപ്പെടും. നമസ്കാരം. ഇന്ന് ജനുവരി 30. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ ദിവസമാണിന്ന്. ഇതുപോലെ മജ്ജയും മാംസവും ഉള്ളൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നായൊരു പക്ഷേ ഭാവി തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. 1944 ഒക്ടോബർ മാസം 2-ാം തീയതി, അതായത് ഗാന്ധിജിയുടെ 75-ാം പിറന്നാൾ ദിനത്തിൽ പുറത്തിറക്കിയ ഗാന്ധി ഹസ് ലൈഫ് ആൻഡ് വർക്ക് എന്ന പുസ്തകത്തിന് വേണ്ടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്രകാരം പറഞ്ഞത്. ലോകമെമ്പാടും 1500 പ്രതി മാത്രം അച്ചടിച്ച ആ പുസ്തകത്തിന്റെ ഒരു പ്രതി ഇന്ന് മലപ്പുറത്ത് മഞ്ചേരിയിലുള്ള സലീം പടവണ്ണയുടെ വീട്ടിലുണ്ട്. ഇന്ന് ഈ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഈ ഓർമ്മ ദിവസത്തിൽ നമുക്ക് ആ പുസ്തകത്തിന്റെയും ഗാന്ധിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞാൻ ഈ ഗാന്ധിയുടെ ചിത്രങ്ങൾ ശേഖരിക്കുന്നൊരു ഹോബി എനിക്കുണ്ട്. ഒരു തീം ബേസ് ആയിട്ട് മഹാത്മാഗാന്ധിജിയുടെ 7 വയസ്സ് മുതൽ ഗാന്ധിജിയുടെ അവസാന കാലഘട്ടം വരെയുള്ള മിക്ക ചിത്രങ്ങളും എൻ്റെ ശേഖരണത്തിലുണ്ട്. 1000കണക്കിന് ചിത്രങ്ങൾ എൻ്റെ ശേഖരണത്തിലുണ്ട്, അതിൻ്റെ വിവരണങ്ങളടക്കം. അപ്പോൾ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള കിട്ടുന്ന അറിവുകളും ശേഖരണങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഹോബിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ യാദൃശികമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഓപ്ഷനിൽ വന്നതാണ്. ഓപ്ഷനിൽ വിൽപ്പനക്ക് വന്നപ്പോൾ ആ പുസ്തകത്തിൽ എന്തോ എനിക്കൊരു ആകർഷണം തോന്നി. അപ്പോൾ അത് ഒരു മോഹവിലക്ക് ഞാൻ ആ പുസ്തകം വാങ്ങുകയാണ് ചെയ്തത്. പിന്നീടാണ് ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ ഒരു വാല്യൂവും അതിൻ്റെ ഉള്ളടക്കങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന, നമ്മളൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ശിവദാസൻ സാർ മുഖേനയാണ്. അതിൻ്റെ പ്രശസ്തമായ വ്യക്തിത്വങ്ങളെ കയ്യൊപ്പോട് കൂടിയ ഒരു പുസ്തകമാണ് എൻ്റെ ശേഖരണത്തിൽ എത്തിപ്പെട്ടതെന്നും അതിൻ്റെ അപൂർവതയൊക്കെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇത് വാങ്ങുന്ന സമയത്ത് അറിയില്ലേ? ഇല്ല, തീർച്ചയായിട്ടും അറിയില്ല. കാരണം അതിൻ്റെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ചട്ട വരുന്നത് ഒരു ചാക്ക് കൊണ്ടാണ്, ചാക്കിൻ്റെ ഡിസൈനിൽ വരുന്നത്. ആ ഒരു പുതുമയാണ് ഞാൻ അതിൽ കണ്ടൊരു വ്യത്യാസം കണ്ടത്. പക്ഷേ അതിലേറെ അതിൻ്റെ ഉള്ളടക്കത്തിൽ അതിലേറെ വിലമതിക്കാൻ കഴിയാത്ത സംഗതിക്ക് പിന്നീടാന്നുള്ളത് ശിവദാസൻ സാർ മുഖേന ഞാനത് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ഇപ്പം അത് ഈ പറഞ്ഞ പോലെ ഗാന്ധിജിയെ കുറിച്ചുള്ള ഓർമ്മയാണ് അതിനകത്തുള്ളത്, അല്ലെ? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് ഇപ്പൊ ആളുകൾ അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് തന്നെ അതിന്റെ സത്യം. ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കാൻ പ്രയാസപ്പെടും എന്ന് പറഞ്ഞ പോലെ ഗാന്ധിജി എന്നൊരു വ്യക്തി ആരായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ജീവിതങ്ങൾ എന്തായിരുന്നു എന്നും ഗാന്ധിജിക്ക് അപ്പുറമുള്ള ലോകത്തിലെ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ അവരെ കൈപ്പടയിൽ ഒപ്പോടുകൂടി ഒരു പുസ്തകത്തിൽ എഴുതുക, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗാന്ധിജിക്ക് വായിക്കത്തക്ക രീതിയിൽ നൽകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു അത്ഭുതം എന്ത്? അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ അത്രയും അറിയപ്പെട്ടു. നമ്മൾക്ക് സാധാരണ ആളുകൾ അറിയപ്പെടുക, അവൻ്റെ മഹത്വങ്ങൾ അറിയപ്പെടുക മരണത്തിന് ശേഷമാണ്. അദ്ദേഹം അതായിരുന്നു കഴിവില്ല. അവാർഡുകളും പ്രോത്സാഹനങ്ങളൊക്കെ പിന്നീടാണ് ലഭിക്കുക. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക്, അതും ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ഗാന്ധിജിയെ പോലെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ അപ്പുറത്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയണം. ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു ഫോട്ടോ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര എണ്ണം ഉണ്ട് ഫോട്ടോസ് ഗാന്ധിജിയുടെ? ഗാന്ധിജിയുടേത് മാത്രം 1000കണക്കിന് ഫോട്ടോസ് ഉണ്ട്. അത് ഗാന്ധിയുടെ 7 വയസ്സ് മുതലുള്ള ഫോട്ടോസാണ് എൻ്റെ കളക്ഷനിലുള്ളത്. കളക്ഷനോട് കൂടി അതിൻ്റെ വിവരണങ്ങളും. കാരണം ഞാനിത് സ്കൂളുകളിലൊക്കെ ഇത് പ്രദർശനത്തിന് വെക്കുമ്പോൾ ഇത് കാണുന്ന വ്യക്തികൾക്ക് ഈ ഫോട്ടോയുടെ പശ്ചാത്തലം എന്താണെന്നത് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.